നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. MG കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആദ്യം MG യൂണിവേഴ്സിറ്റി വാർത്തകൾ. ജൂണിൽ നടത്തിയ MBA 4ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. 2015-18 അഡ്മിഷനുകളുടെയാണ്. 5ാം സെമസ്റ്റർ BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ ജനുവരി 8. 3ാം സെമസ്റ്റർ BHM പരീക്ഷയുടെ പ്രാക്ടിക്കൽ ജനുവരി 9 മുതൽ. അഫിലിയേറ്റഡ് കോളേജുകളിലെ 5ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് BA LLB BBA LLB BCom LLB പരീക്ഷകൾ ജനുവരി 22 ആരംഭിക്കും. അതിൻ്റെ ടൈം ടേബിൾ സൈറ്റിൽ വന്നിട്ടുണ്ട്. 3ാം സെമസ്റ്റർ MSW വൈവ ജനുവരി 8 ആരംഭിക്കും. പ്രാക്ടിക്കൽ 3ാം സെമസ്റ്റർ BVOC സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ജനുവരി 10. ഇൻ്റർ കോളേജിയറ്റ് ക്വിസ് മത്സരം. പരീക്ഷാഫലം. BTech 1-2 സെമസ്റ്റർ മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരീക്ഷാ തീയതി. 1ാം സെമസ്റ്റർ BHM പരീക്ഷ ജനുവരി 22 ആരംഭിക്കും. 5ാം സെമസ്റ്റർ CBCS 2014 മുതൽ 16 വരെ അഡ്മിഷൻ റീഅപ്പിയറൻസ്. 13 അഡ്മിഷൻ മേഴ്സി ചാൻസ്. അതിനു മുമ്പുള്ള മേഴ്സി ചാൻസ് പരീക്ഷ കൂടുതൽ പേപ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോജക്റ്റ് വൈവ. 4ാം സെമസ്റ്റർ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രാക്ടിക്കൽ. 3ാം സെമസ്റ്റർ BVOC അഗ്രികൾച്ചർ ടെക്നോളജി. 5ാം സെമസ്റ്റർ BCA BSc കമ്പ്യൂട്ടേഴ്സ് ആപ്ലിക്കേഷൻ ജനുവരി 8 അതിൻ്റെ. ഡിജിറ്റൽ ആർക്കൈവിംഗ് ശില്പശാല 11 മുതൽ. 2ാം സെമസ്റ്റർ MSc ആക്ച്വറിയൽ സയൻസിൻ്റെ റിസൾട്ട് വന്നു. മെയ് മാസം നടത്തിയ 3ാം സെമസ്റ്റർ BPS റിസൾട്ട് വന്നു. 5ാം സെമസ്റ്റർ CBSS BA കഥകളി സംഗീതം കോർ ആൻഡ് ഓപ്പൺ കോഴ്സ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ. 3ാം സെമസ്റ്റർ MSc ഇലക്ട്രോണിക്സിൻ്റെ പ്രാക്ടിക്കൽ. 3ാം സെമസ്റ്റർ BSc ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ അപേക്ഷ ക്ഷണിച്ചു. ഡ്രോൺ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അപേക്ഷ. മികച്ച NSS യൂണിറ്റിനുള്ള സർവകലാശാല പുരസ്കാരം CMS കോളേജിനാണ്. വിവിധ കോളേജുകളിലെ NSS വോളണ്ടിയർമാർക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ. മോഡൽ 1 ആനുവൽ സ്കീം BA പാർട്ട് 3 മ്യൂസിക് വയലിൻ വീണ വോക്കൽ ഭരതനാട്യം പരീക്ഷയുടെ പ്രാക്ടിക്കൽ. 3ാം സെമസ്റ്റർ BVOC ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ പ്രാക്ടിക്കൽ. 3ാം സെമസ്റ്റർ MA JMC പരീക്ഷ. 5ാം സെമസ്റ്റർ BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പരീക്ഷയുടെ പ്രാക്ടിക്കൽ. കോഴ്സ് വൈവ. റിസൾട്ട് വന്നത് 3ാം സെമസ്റ്റർ MCAയുടെ. 3ാം സെമസ്റ്റർ MBS റിസർച്ച് അസിസ്റ്റൻ്റ് അപേക്ഷ. ഇത്രയാണ് MG യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി 1ാം വർഷ MEd പ്രവേശനത്തിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ 2ാം സെമസ്റ്റർ BBA മ്യൂസിക് മൃദംഗം പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഡേറ്റുകൾ. 1ാം സെമസ്റ്റർ സുവോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ബയോസ്റ്റാറ്റിക്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി പരീക്ഷയുടെ പ്രാക്ടിക്കൽ. 5ാം സെമസ്റ്റർ കരിയർ റിലേറ്റഡ് CBSE BCAയുടെ പ്രാക്ടിക്കൽ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. 4ാം സെമസ്റ്റർ MA ബിഹേവിയർ എക്കണോമിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് പരീക്ഷയുടെ വൈവ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ടൈം ടേബിൾ. 5ാം സെമസ്റ്റർ BTechൻ്റെ അപേക്ഷ ക്ഷണിച്ചു. CUT PG മാർച്ച് 11 മുതൽ. സർവകലാശാല ബില്ലിന് കരട് തയ്യാറാകുന്നു. റിസൾട്ടുകൾ പെട്ടെന്ന് വരാൻ വേണ്ടി റിസൾട്ട് ഫലപ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും 1 മാസത്തിനുള്ളിൽ കിട്ടുന്ന രീതിയിൽ അതിനുള്ള അധികാരം സെനറ്റിൽ നിന്ന് സിൻഡിക്കേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. BEd ഇനി ബിരുദത്തിനൊപ്പം 4 വർഷ കോഴ്സാക്കാൻ ശ്രമിക്കുന്നു. 1ാം വർഷ MEd പ്രവേശനത്തിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ്. പരീക്ഷാ ഫീസ്. 4ാം സെമസ്റ്റർ MSc സുവോളജി പരീക്ഷയുടെ പരീക്ഷാ ഫീസ് തീയതി നീട്ടി. അതേപോലെ തന്നെ ഡിഗ്രി ഫസ്റ്റ് സെമ്മിൻ്റെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ജനുവരി 17 മുതലാണ് പരീക്ഷാഫലം. 4ാം സെമസ്റ്റർ MSc ഇലക്ട്രോണിക്സ് റിസൾട്ട് വന്നു. അപേക്ഷാ തീയതി നീട്ടി. പ്രാക്ടിക്കൽ 5ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ. 3rd സെമസ്റ്റർ ഡിഗ്രി ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 14 പരീക്ഷ. 4 വർഷം കൊണ്ട് ബിരുദവും BEdും കേരളവും സംയോജിത കോഴ്സിലേക്ക് നീങ്ങുന്നു. പരീക്ഷാഫലം. അവസാന വർഷ BHM റിസൾട്ട് വന്നു. 4ാം സെമസ്റ്റർ MA ബിസിനസ് എക്കണോമിക്സ് റിസൾട്ട് വന്നു. പരീക്ഷാ ഫീസ്. 3rd സെമസ്റ്റർ ഡിഗ്രിയുടെ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി. ഫെബ്രുവരി നടത്തിയ 2ാം സെമസ്റ്റർ LLM പരീക്ഷയുടെ റിസൾട്ട് വന്നു. 4ാം സെമസ്റ്റർ MCAയുടെ റിസൾട്ട് വന്നു. പ്രാക്ടിക്കൽ. ടൈം ടേബിൾ വിദൂര വിദ്യാഭ്യാസത്തിൻ്റെയാണ്. സൂക്ഷ്മ പരിശോധന. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.